ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം. നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ഓർമ്മ ദിവസമാണ് ഓഗസ്റ്റ് 15. എല്ലാ വർഷവും ഓഗസ്റ്റ് 15 നമ്മൾ സ്വാതന്ത്ര്യദിനമായി വ്യത്യസ്ത പരിപാടികളായി സംഘടിപ്പിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് സ്വാതന്ത്ര്യദിനത്തിൽ ചോദിക്കാനിടയുള്ള ക്വിസ് മത്സരങ്ങളിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ടും സ്വാതന്ത്ര്യ സമരങ്ങളുമായി ബന്ധപ്പെട്ടും നിരവധിയായി ചോദിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും. നോക്കുക, ആദ്യത്തെ ചോദ്യം ഇതാണ്: കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? നമുക്കറിയാം, ഉപ്പ് നിയമ ലംഘനവുമായി ബന്ധപ്പെട്ടായിരുന്നു ഉപ്പ് സത്യാഗ്രഹം നടന്നത്, അല്ലെ? ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നത്. അതിൽ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആരാണ്? ഉത്തരം കെ കേളപ്പൻ. നമുക്കറിയാം, കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പനാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ഓർത്തുവെക്കുക. അടുത്ത ചോദ്യം: 1950 ജനുവരി 26 ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ആ വ്യക്തിയുടെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആര്? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. Dr. Rajendra Prasad was the first President of Republic of India on December 3, 1884 to February 28, 1963. Okay, ഓർത്തുവയ്ക്കുക. ഇന്ത്യൻ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? നമുക്കെല്ലാം അറിയുന്ന ദേശീയ ഗീതം, അല്ലെ? ഈ ദേശീയ ഗീതം രചിച്ച വ്യക്തി ആരാണ്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഓർത്തുവയ്ക്കുക, ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ആ ഒരു വ്യക്തി. ദെൻ അടുത്ത ചോദ്യം: ഗാന്ധിജി ജനിച്ച വർഷം, മാസം, തീയതി എന്നിവ എങ്ങനെയാണ്? ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് നമുക്ക് ഇത് എടുക്കാം. ഗാന്ധിജി ജനിച്ച വർഷം, മാസം, തീയതി എങ്ങനെയാണ്? ഉത്തരം 1869 ഒക്ടോബർ 2, അല്ലേ? 1869 ഒക്ടോബർ 2 മറ്റൊരു പ്രത്യേക ദിവസമായി നമ്മൾ ഒക്ടോബർ 2 ആചരിച്ചു പോരുന്നു. ഓക്കെ, ദെൻ ചിത്രത്തിൽ കാണുന്ന സ്ഥലം ഏതാണ്? ചിത്രത്തിൽ ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്ഥലം ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഇതാണ്: ചെങ്കോട്ട. ഇൻ ഇംഗ്ലീഷ് റെഡ് ഫോർട്ട്. ഓക്കെ, ഓർത്തു വയ്ക്കുക, ചെങ്കോട്ടയുടെ ചിത്രമാണ് വീഡിയോയിൽ നൽകിയിട്ടുള്ളത്. ദെൻ അടുത്ത ചോദ്യം: വരിക വരിക സഹചരെ, വലിയ സഹന സമരമായി, കരളുറച്ചു കൈകൾ കോർത്തു കാൽനടയ്ക്കു പോക നാം. ഈ വരികൾ കേൾക്കാത്ത മലയാളികൾ കുറവായിരിക്കും. ഈ പ്രശസ്തമായ വരികൾ ആരുടേതാണ്? ഉത്തരം അംഷി നാരായണപിള്ള. ഓക്കെ, ഓർത്തു വയ്ക്കുക, അംഷി നാരായണപിള്ളയുടെ വരികളാണ് ഇവ. വരിക വരിക സഹചരെ, വലിയ സഹന സമരമായി. ദെൻ അടുത്ത ചോദ്യം: നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു ഉപ്പ് സത്യാഗ്രഹം, അല്ലെ? ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷമേത്? ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷമേത്? ഉത്തരം 1930. ഓർത്തുവയ്ക്കുക, 1930. ദെൻ ദേശീയ വിദ്യാഭ്യാസ ദിനം ആരുടെ ജന്മദിനമാണ്? ഓക്കെ, നമ്മൾ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനത്തിൽ ആണ്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. ഓക്കെ, മൗലാന അബ്ദുൽ കലാം ആസാദ്. ദെൻ ദേശീയ ഗാനം ഏത് ഭാഷയിലാണ് രചിച്ചത്? ദേശീയ ഗാനം രചിച്ച ഭാഷ ഏതാണ്? ഉത്തരം ബംഗാളി. ഓക്കെ, ജൻഗൺമൻ എന്ന് കൊടുത്തിട്ടുണ്ട്, ജനഗണമന, അല്ലെ? ബംഗാളി ഭാഷയിലാണ് രചിച്ചത്. ദെൻ ശിശുദിനം ജവഹർലാൽ നെഹ്റുവിന്റെ ചരമദിനമാണ്.
ഓക്കെ, ഈ ഒരു പ്രസ്താവന ശരിയാണോ തെറ്റാണോ? ഓർത്തു വെക്കുക, ശിശുദിനം ജവഹർലാൽ നെഹ്റുവിന്റെ ചരമദിനമാണ്. ഇത് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദ്യം. നോക്കുക, എന്തായിരിക്കും ഉത്തരം? തെറ്റ് അല്ലേ? ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി അല്ലെ, നമ്മുടെ ചാച്ചാജി എന്നറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ശിശുദിനമായി നമ്മൾ ആചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശിശുദിനം ജവഹർലാൽ നെഹ്റുവിന്റെ ചരമദിനമല്ല, മറിച്ച് ജന്മദിനമാണ്. ഡേറ്റ് ഓർത്തു വയ്ക്കുക. ഓക്കെ, ദെൻ നമ്മുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആരാണ്? നമ്മുടെ ദേശീയ പ്രതിജ്ഞ അല്ലെ, ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന നമ്മുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആര്? ഉത്തരം സുബ്ബറാവു. ഓക്കെ, ഓർത്തു വയ്ക്കുക, നമ്മുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് സുബ്ബറാവുവാണ്. ദെൻ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആര്? ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിടുക എന്നാണ് അർത്ഥം. ഓക്കെ, ഈ ഒരു ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഓർത്തു വയ്ക്കുക, ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ദെൻ ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനം രചിച്ച ഇന്ത്യക്കാരനായ വ്യക്തി ആരാണ്? ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനം രചിച്ച ഇന്ത്യക്കാരനായ വ്യക്തി ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഓക്കെ, രവീന്ദ്രനാഥ ടാഗോർ ആണ് ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനം രചിച്ചത്. ഓക്കെ, ദെൻ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയെ തിരിച്ചറിയുക. ഓക്കെ, ചിത്രത്തിൽ കാണുന്ന വ്യക്തിയെ തിരിച്ചറിയുക. ഉത്തരം ഇതാണ്, രാംനാഥ് കോവിന്ദ്. ഓക്കെ, രാംനാഥ് കോവിന്ദിന്റെ ചിത്രമാണ് വീഡിയോയിൽ നൽകിയിട്ടുള്ളത്. ഓർത്തു വയ്ക്കുക. ഇവർ ഇന്ത്യയുടെ 14ാമത്തെ രാഷ്ട്രപതിയാണ്. ദെൻ പോരാ പോരാ നാളിൽ നാളിൽ, ഈ ഒരു കവിത എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഈ കവിത രചിച്ച മലയാള കവി ആരാണ്? പോരാ പോരാ നാളിൽ നാളിൽ എന്ന കവിത രചിച്ച മലയാള കവി ആരാണ്? ഉത്തരം വള്ളത്തോൾ. വള്ളത്തോൾ നാരായണമേനോൻ. ദെൻ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി ആരാണ്? ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി ആരാണ്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. ഓക്കെ, ഡോക്ടർ BR അംബേദ്കർ. ദെൻ അഹിംസാ ദിനം എന്നാണ്? അഹിംസാ ദിനം എന്നാണ്? ഉത്തരം ഒക്ടോബർ 2. ഓക്കെ, ഒക്ടോബർ 2 നമ്മൾ അഹിംസാ ദിനമായി ആചരിക്കുന്നത്. അതോടൊപ്പം ഗാന്ധി ജയന്തി ഒക്ടോബർ 2 ദെൻ നോക്കുക, ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. ദൃശ്യത്തിൽ കാണുന്നത് ഗാന്ധിജിയുടെ ഏതു സമരമാണ്? ഓക്കെ, ദൃശ്യത്തിൽ കാണുന്നത് ഗാന്ധിജിയുടെ ഏത് സമരമാണ്? ഉത്തരം ദണ്ഡി യാത്ര അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹം. ഓക്കെ, ഉപ്പ് സത്യാഗ്രഹം അല്ലെങ്കിൽ ദണ്ഡി യാത്രയുടെ ചിത്രമാണ് വീഡിയോയിൽ നൽകിയിട്ടുള്ളത്. നോക്കി വെക്കുക. ഓക്കെ, ഓർത്തു വെക്കുക. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം ഏത്? ഇതും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം ഏതാണ്? ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം. ഓർത്തു വയ്ക്കുക, ചമ്പാരൻ സത്യാഗ്രഹം. ദെൻ ഇന്ത്യയുടെ ദേശീയ ചിഹ്നം. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം. ഉത്തരം അശോക സ്തംഭം. വീഡിയോയിൽ നൽകിയിട്ടുണ്ട് അശോക സ്തംഭം, കൃത്യമായി ശ്രദ്ധിച്ചു പോവുക. ഓക്കെ, അശോക സ്തംഭമാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം. ഓക്കെ, ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെട്ടത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.